ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ 6ാം ക്ലാസ്സിലെ ഹിന്ദി ഇക്കായി തീൻ താനാ ബാന എന്ന പാഠഭാഗമാണ്. താനാ ബാന എന്ന് പറഞ്ഞാൽ ഊടും പാവും, അതായത് കൊടുക്കൽ വാങ്ങൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചിത്ര देखिए, चित्र में कुछ लड़के लड़की लड़कियां है. एक गांव का चित्र है. देखिए एक दुकान है. एक दुकान है. दुकान में क्या क्या है? मिठाई है, तरह तरह के मिठाइयाँ है, फल है. ഈ പെട്ടിക്കടകൾ എവിടെയാണ് കാണുന്നത്? കൂടുതലായിട്ടും ഗ്രാമപ്രദേശങ്ങളിലാണ് പെട്ടിക്കടകൾ കാണുന്നത്. നോക്കൂ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐസി ഗുമടി ആപ്നെ ദേക്കി ഹേ. ഇങ്ങനെയുള്ള ഗുമടി പറഞ്ഞ ദൂക്കാൻ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, നമുക്കിനി അതിനോടനുബന്ധിച്ചിട്ടുള്ള പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ പഠിക്കാൻ പോകുന്നത് യായാവർ എഴുതിയ മീഠാ സന്തര എന്ന ഒരു സംസ്മരണമാണ്. സംസ്മരണ മീൻസ് ഓർമ്മക്കുറിപ്പുകൾ. ആ ലേഖകന്റെ, അതായത് യായാവറിന്റെ ഓർമ്മക്കുറിപ്പുകൾ, അദ്ദേഹം ഷിലോങ് എന്ന സ്ഥലത്ത് താമസിച്ചപ്പോഴുള്ള ആ ഓർമ്മകൾ അദ്ദേഹം ഒരു ഓർമ്മക്കുറിപ്പായിട്ട് എഴുതിയതാണ്. മീഠാ സന്തര. മീഠാ സന്തര എന്താണ് അർത്ഥം? മീഠ പറഞ്ഞ മധുരമുള്ള, സന്തര ഓറഞ്ച്, മധുരമുള്ള ഓറഞ്ച്. जब मैं भी शिलोंग में बिताए दिनों को याद करता हूँ तो मुझे बूढ़ी कांग याद आती है. ഞാൻ എപ്പോഴെങ്കിലും ഷിലോങ്ങിൽ ചെലവഴിച്ച ദിനോങ്കോ ദിവസങ്ങള് ഓർക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ് ഓർമ്മ വരുന്നത്? മുജേ ബൂഢി കാങ്ക് യാദാത്തി ഹെ. ബൂഢി വൃദ്ധയായ കാങ്ക്, കച്ചവടക്കാരിയുടെ ഓർമ്മയാണ് വരുന്നത്. വഹാം മേം മൽക്കി ഹിൽ മേം രഗത്താത. അവിടെ ഞാന് മൽക്കി ഹിൽ എന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. ഹമാരെ ഘർ കെ പാസ് കി ചോട്ടി സി ഗുമടി മേം ബൈട്ടി മൗസമി ഫൽ ബേച്ച്തി തി. ആ സ്ത്രീയോ എന്താ ചെയ്തത്? ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ചെറിയ ചോട്ടീസി ഗുമടി, അതായത് ഒരു ചെറിയ പെട്ടിക്കടയിലിരുന്ന് മൗസമി ഫൽ ബേച്ച്തി. മൗസമി സീസണൽ, അതായത് ഓരോ കാലാവസ്ഥയിലും ഓരോ പഴങ്ങൾ ഉണ്ടാവും അല്ലെ. കൂടുതൽ പഴങ്ങൾ ഉണ്ടാവുന്ന ആ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് കൂടുതൽ പഴങ്ങൾ ഉണ്ടാവും. ആ പഴങ്ങളാണ് ആ സ്ത്രീ വിറ്റുകൊണ്ടിരുന്നത്. സന്തരെ ഓറഞ്ച്, കേല് വാഴപ്പഴം, പ്ലം പൈനാപ്പിൾ, ഉബലേ ശക്കർക്കന്ത്. ഇതൊന്നും കൂടാതെ പിന്നെ എന്താണ്? ഉബലേ ശക്കർക്കന്ത്, വേവിച്ച പുഴുങ്ങിയ ശക്കർക്കന്ത്, മധുരക്കിഴങ്ങ്. ബിസ്കൂട്ട് ബിസ്ക്കറ്റ്. ചോക്ലേറ്റ്. പീപ്പർമെന്റ് എന്ന് പറഞ്ഞാൽ പെപ്പർമെന്റ്. സ്കൂളി ബച്ചെ ഉസ്കെ നിയമിത ഗ്രാഹക് ഥേ. സ്കൂളി ബച്ചെ എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികളാണ് അവിടെ ധാരാളമായി സ്ഥിരമായി വരുന്നത്. ഗ്രാഹക് എന്ന് പറഞ്ഞാൽ വാങ്ങുന്നയാള്. അവിടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നത്, സ്ഥിരമായിട്ട് വരുന്നത് സ്കൂളി ബച്ചെ, സ്കൂൾ കുട്ടികൾ. मैं भी उधर से जाते आते उस दुकान से कुछ न कुछ खरीदता है. ഞാനും അതിലേക്കൂടെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ, കുച്ചിനെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിരുന്നു. ദോടി ഗബിഷബി കർത്താഹെ, കുറച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പെട്ടിക്കടയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ആ കടക്കാരി നമ്മളോട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് ചോദിക്കില്ലേ? പിന്നെ ഒരു കുട്ടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ എവിടെ നീ പോകുന്നു, അല്ലെങ്കിൽ നിനക്കിന്ന് സ്കൂളില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ? അതുപോലെ അദ്ദേഹവും ആ കച്ചവടക്കാരിയുമായിട്ട് സംസാരിച്ചിരുന്നു. കഭി കഭി ഉസ്കെ സാത്ത് ഉസ്കി പോത്തി ഭി ബൈട്ടി ഹോത്തി. ചിലപ്പോഴൊക്കെ അവളുടെ പോത്തി എന്ന് പറഞ്ഞാൽ ചെറുമകൾ, കൊച്ചുമകൾ, പേരക്കുട്ടിയും അവളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. एक दिन मैं घर लौटते समय उधर से गुजरे तो उससे
ഗബിഷബ് കർണേ കേ ലിയേ ടഹർ ഗയ. ആ ഒരു ദിവസം ഞാൻ, ആരാണീ ഞാൻ, കോൻ ഹേ, ആ ലേഖകൻ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത്, ഉദർസെ ഗുസരാത്തോ, അതിൽ കൂടെ പോകുന്ന സമയത്ത്, ഉസസെ ഗബിഷബ് കർണേ കേ ലിയേ ടഹർ ഗയ, അവരോട് സംസാരിക്കാൻ വേണ്ടി നിന്നു. മേനെ ഉസസെ പൂച്ച, ഞാൻ അവരോട് ചോദിച്ചു, സന്തര മീട്ടാഹേ, ഓറഞ്ച് മധുരമുള്ളതാണോ, ചോദ്യമാണ്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ. ഉസ്നെ കഹ ഹാം ബഹുത്ത് മീട്ട. അപ്പൊ ആ വൃദ്ധയായ സ്ത്രീ എന്ത് പറഞ്ഞു, അതേ നല്ല മധുരമുള്ളതാകുന്നു. മഗർ ജബ് മേനെ വഹീ സവാൽ ദുഹരായ തോ വഹ് ബോലി. മഹർ പക്ഷേ ജബ് മേനെ വഹീ സവാൽ, പക്ഷേ ഞാൻ അതേ ക്വസ്റ്റ്യൻ, അതേ സവാൽ ചോദ്യം, ദുഹരായ തോ വീണ്ടും ചോദിച്ചപ്പോൾ വഹ്ബോലി അവൾ പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, എന്തു പറഞ്ഞു, മീട്ടാ ഹേ തോ ക്യോം നഹി മീട്ടാ ഹോഗാ, മധുരമുള്ളത് എന്തുകൊണ്ട് മധുരമില്ലാതാകും. അവിടെ ഒരു പെയിൻ പോയിന്റ് ആണിത്. മധുരമുള്ളത് എന്തുകൊണ്ട് മധുരമില്ലാതെ ആകും. കിത്തനി ചീനിട്ടാലി മേനെ പൂച്ച, ഞാൻ ചോദിച്ചു, കിത്തനി ചീനിട്ടാലി, ലേഖകനെ പൂച്ച, കിത്തനി ചീനിട്ടാലി, എത്ര പഞ്ചസാര ഇട്ടു. ചീനി പഞ്ചസാര, ടാലി ഇട്ടു. സമച്ച് ഗയിക്ക് മേ മസാക്ക് കരകാത. അപ്പോ ആ സ്ത്രീ, അവൾ സമച്ച് ഗയി, മനസ്സിലാക്കി, എന്താണ് മസാക്ക് കരകാത. മസാക്ക് തമാശ പറയുകയായിരുന്നു എന്നവൾക്ക് മനസ്സിലായി. ബോലി ഏക്ക് പൗവ, എന്നിട്ട് ആ സ്ത്രീ പറയാണ്, ഏക്ക് പൗവ, ഒരു കാൽ ഭാഗമാണ് പഞ്ചസാര ഇട്ടേന്ന് ആ സ്ത്രീ പറഞ്ഞു. മേനെ കഹ, ലേഖകനെ കഹ, ഏക്ക് പാവു പാനി മേ ചീനി മേ തോ സ്യാദാ മീട്ടാ നഹി ഹോഗാ. എന്താണ് ലേഖകനെ കഹ, മേനെ കഹ, ഏക്ക് പാവ് ചീനി, പൗവായും പാവും ഒന്ന് തന്നെ, കാൽഭാഗം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഏക്ക് പാവ്, ഒരു കാൽഭാഗം ചീനി ഇടുകയാണെങ്കിൽ ഇത്രയും മധുരം ഉണ്ടാകില്ല. സ്യാദാ മീട്ടാ നഹി ഹോഗ. അവര് തമാശ പറയാണ് അല്ലേ. ഹസ്തേ ഹുയേ ദോ ഉംഗലിയാം ദിഖാക്കർ ബോലി ദോ പാവാ. ആ സ്ത്രീ, ആ വൃദ്ധയായ സ്ത്രീ എന്ത് ചെയ്തു, പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉംഗലിയാം ദോ ഉംഗലിയാൻ, രണ്ട് വിരലുകൾ പൊക്കി കാണിച്ചുകൊണ്ട്, ദോ പവ, രണ്ട് കാൽഭാവം, ഹാം തബുതോ ജരൂർ മീട്ടാ ഹോഗ. അപ്പൊ ഈ ലേഖകൻ എന്ത് പറഞ്ഞ, ശരിയാ, അതുകൊണ്ട് തീർച്ചയായും മധുരമുണ്ടാകും. ഇവിടെയാണ് താനാ ബാന എന്നുള്ള ആ പ്രയോഗം വരുന്നത്. ആ ലേഖകൻ അങ്ങോട്ട് ചോദിച്ചതും അതിന് മറുപടി വൃദ്ധയായ സ്ത്രീ ഇങ്ങോട്ട് പറഞ്ഞതും അവിടെയാണ് താനാബാന. അവര് തമാശ രൂപേണ എടുത്തു. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്ന പോലെ മറുപടി പറഞ്ഞെങ്കിലും അത് തമാശ രൂപത്തിലാണ് എടുത്തിരിക്കുന്നത്. മേനെ ഉസസെ കുച്ച് സന്തരെ ഖരീദെ ഔർ ഘർ ചലാ ആയ. അവരിൽ നിന്നും കുറച്ച് ഓറഞ്ച് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. കുച്ച് സമയ ബാദ് മേനെ ഷിലോങ് ചോട് ദിയ ഔർ ബർസോം മേരാ ഉധർ ആനാ നഹി ഹുവ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഞാൻ ഷിലോങ് ഉപേക്ഷിച്ചിരുന്നു. അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് വന്നു. ഫിർ ബർസോ മേരാ ഉധർ ജാനാ നഹി ഹുവ. പിന്നെ വളരെ വർഷങ്ങളോളം എനിക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. ലഗ്ഭഗ് 20 സാൽ ബാദ് മേം ഫിർ ഷിലോങ് ഗയാ. അതായത് ഏകദേശം 20 സാൽ 20 വർഷം ബാദ് ശേഷം മേം ഫിർ ഷിലോങ് ഗയാ, ഞാൻ വീണ്ടും എവിടേക്ക് പോയി, ഷിലോങ്ങിലേക്ക് പോയി. മുജെ ഉസ് ബുഡി ഖാങ് കി യാദായി. അവിടെ എത്തിയതും അദ്ദേഹത്തിന് ആ വൃദ്ധയായ കച്ചവടക്കാരിയുടെ ഓർമ്മ വന്നു. ഉസ്സെ മിൽനെ മേ ഫിർ മൽക്കി ഹിൽസ് പഹുഞ്ച. അവളെ, ആ സ്ത്രീയെ കാണാൻ വേണ്ടി അയാൾ വീണ്ടും എവിടെ എത്തി, മൽക്കി ഹിൽസില്, അയാൾ താമസിച്ചിരുന്ന സ്ഥലത്ത്. ഉസി ജഹാം വഹ് ചോട്ടി സി ഗുമടി മേ ബൈട്ടി ഹുയി ഫൈൽ ഭേജിത്തി.
അതേ സ്ഥലത്ത് അതേ കടയില് ആ പെട്ടിക്കടയിൽ ഇരുന്ന് പഴങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. ദൂക്കാൻ തോ വഹീദി, കട അത് തന്നെ ആയിരുന്നു. മഗർ വഹ് വൃദ്ധ കഹി നസർ നഹി ആയി, എന്നാലോ പക്ഷെ ആ വൃദ്ധ ആയെ കുറിച്ചുള്ള അറിവൊന്നും ഉണ്ടായില്ല. വഹാം ഏക് യുവതി ബൈഠി ഥി, അവിടെ ഒരു യുവതി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ പാസ് ഹി ഉസ്കി ചോട്ടി സി ലഡ്കി ബി ബൈഠി ഥി, അവളുടെ അടുത്ത് അവളുടെ ചെറിയ പെൺകുട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. ദൂക്കാൻ വൈസി ഹി ദി ജൈസി വഹ അബ്സെ ബി ഏസെ 20 സാൽ പഹലെ ഹുവാ കർത്തി ഥി, അതായത് എങ്ങനെയാണോ അന്നത്തെ കട എങ്ങനെയായിരുന്നോ അതേപോലെ 20 വർഷം കഴിഞ്ഞിട്ടും അത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. मैंने उस कांग से उस बूढ़ी महिला के बारे में पूछा, ഞാൻ ആ കച്ചവടക്കാരിയോട് ആ വൃദ്ധയായ മഹിളയെ കുറിച്ച് ചോദിച്ചു. പതാ ചല വഹു ഉസ്കി നാനി ദി ജോ അബ് നഹി രഹി, എനിക്ക് മനസ്സിലായി. പതാ ചല മനസ്സിലായി. വഹു ഉസ്കി നാനി ദി, ആ സ്ത്രീ അവളുടെ മുത്തശ്ശിയായിരുന്നു. ജോ അബ് നഹീൻ രഹി, ഇപ്പോഴവര് ഇല്ല. കുछ समय गपशप कर चलते समय संतरा लेने के ख्याल से हमेशा की तरह उससे पूछा, കുറച്ച് സമയം കുശലാന്വേഷണമൊക്കെ നടത്തിയിട്ട് പോകാൻ നേരം ഓറഞ്ച് വാങ്ങുന്ന ഉദ്ദേശത്തോടു കൂടി പഴയതുപോലെ എപ്പോഴത്തെയും പോലെ അവളോട് ചോദിച്ചു. മീട്ടാഹേ സന്തര മീട്ടാഹേ എന്ന് ചോദിച്ചു. ബഹുബോലി ബഹുത്തു മീട്ടാഹേ, നല്ല മധുരമുള്ളതാണ്. मगर जब मैंने ही वही प्रश्न दोहराया तो वह दौड़ा नाराज होकर बोली, എന്നാൽ മഗർ പക്ഷേ ഞാൻ ആ പ്രശ്നം ആ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചപ്പോൾ അവൾക്ക് ധോടാ നരാസ് ഹോക്കർ കുറച്ച് ദേഷ്യം വന്നിട്ട് ബോലി മീട്ടാ ഹേ തോ ക്യോ നഹി മീട്ടാ ഹോഗാ, മധുരമുള്ളത് എന്തുകൊണ്ട് മധുരമില്ലാതാകും? അന്ന് മുത്തശ്ശി ചോദിച്ചത് തന്നെ ഇന്ന് അവളും ചോദിക്കുന്നു. മേനെ ബർസം പുരാന സവാൽ ഫിർ ഉചാല, ഞാൻ വീണ്ടും വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ക്വസ്റ്റ്യൻ എടുത്തിട്ടു. കിത്തനി ചീനി ടാലി, എത്ര ചീനി ടാലി, എത്ര പഞ്ചസാര ഇട്ടു? വഹു മുസ്കുരാക്കർ ബോലി, അവള് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏക്ക് പവാ, ഒരു 1/4 ഭാഗം പഞ്ചസാര ഇട്ടു. मैंने कहा इतने में तो मीठा नहीं होगा, ഇത്ര ഒരു ഭാഗം ഇട്ടത് കൊണ്ട് മീട്ട ആവില്ല, അത് മധുരം ഉണ്ടാകില്ല. വഹ് ഹാസ്നെ ലഗി ഫിർ, അവള് ചിരിച്ചുകൊണ്ട് ഫിർ ദോ ഉംഗലിയാൻ ദിഗാക്കർ ബോലി ദോ പൗവ, അവൾ എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് രണ്ട് ചിത്രത്തേക്ക് 2 ഉംഗലി 2 വിരലുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു ദോ പൗവ, 2/4 ഭാഗം. സുൻകർ മുझे भी ഹസി ആ ഗയി, എനിക്കും ചിരി വന്നു. അവൾ അത് പറയുന്നത് കേട്ടിട്ട് എനിക്കും ചിരി വന്നു. തബ് തോ ജരൂർ മീട്ടാ ഹോ, എന്നിട്ട് അയാൾ പറയണേ തബ് തോ ജരൂർ മീട്ടാ ഹോ, ആ 2/4 ഭാഗം ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മധുരം ഉണ്ടാകും. മേനെ സന്തരെ കേലിയെ അവർ പൈസ ഉസ്കി തരഫ് ബെടാ ദിയാ, ഞാൻ എന്ത് ചെയ്തു? ആ ഓറഞ്ചിന്റെ വില അവളുടെ നേർക്ക് നീട്ടി. മഗർ ഉസ്നെ പൈസ ലേനെ സെ ഇൻകാർ കർ ദിയാ, എന്നാലോ അവൾ ആ പൈസ വാങ്ങാൻ മടിച്ചു നിന്നു. ഷായൽ ഉസ്നെ മുझे പഹചാൻ ലിയാതാ, ഒരുപക്ഷേ ഉസ്നെ മുझे പഹചാൻ ലിയാതാ, അവൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവാമായിരുന്നു. मैंने भी उस परी जैसी नन्ही सी लड़की को पहचान लिया था जो अपनी नानी के पास बैठी होती थी, എനിക്കും മനസ്സിലായിരുന്നു. എന്താണ്? ഉസ് പരി, ആ മാലാഖയെ പോലെ, പരി എന്ന് പറഞ്ഞ മാലാഖയെ പോലെ ഉള്ള ആ ചെറിയ പെൺകുട്ടി ആരായിരുന്നു? ആ നാനിയോടൊപ്പം ഇരുന്ന് ആ മാലാഖയെ പോലുള്ള പെൺകുട്ടിയാണ് ഈ യുവതിയെന്ന് അദ്ദേഹത്തിനും മനസ്സിലായിരുന്നു. സംസ്മരണം മനസ്സിലായോ?